ഗൾഫ് മേഖലയിൽ വീണ്ടും യുദ്ധഭീതി ഉയർത്തി അമേരിക്ക ഇറാൻ സൈനിക സംഘർഷം രൂക്ഷമാകുന്നു. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം ലക്ഷ്യമാക്കി ഇറാൻ നടത്തുന്ന നീക്കങ്ങൾക്ക് തിരിച്ചടിയായി അമേരിക്ക നടത്തിയ വ്യോമാക്രമണങ്ങൾക്ക് പിന്നാലെ ബഹ്റിനിലെ അമേരിക്കൻ ഡ്രോൺ വ്യൂഹം പൂർണ്ണമായും തകർത്തതായി ഇറാൻ അവകാശപ്പെട്ടു. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക്. അമേരിക്കയുടെ വ്യോമാക്രമണം ഇറാന്റെ സൈനിക ശേഷി തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഡസൻ കണക്കിന് കേന്ദ്രങ്ങളിലാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് കൃത്യതയാർന്ന ആക്രമണങ്ങൾ നടത്തിയത്. യുദ്ധവിമാനങ്ങൾ, നാവികസേന കപ്പലുകൾ, ഡ്രോണുകൾ എന്നിവ ഇതിനായി വിന്യസിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നതിനേക്കാൾ വ്യാപ്തിയുള്ള ഈ സൈനിക നീക്കത്തിൽ ഏകദേശം 140ഓളം കേന്ദ്രങ്ങളിൽ ബോംബിട്ടതായി അമേരിക്കൻ സൈന്യം സ്ഥിരീകരിച്ചു. കഴിഞ്ഞ രാത്രി ഞങ്ങൾ അവർക്ക് ശക്തമായ പ്രഹരം നൽകി എന്നാണ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചത്. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ ശ്രമിച്ച ഒരു വാണിജ്യ കപ്പലിന് നേരെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ആക്രമണം നടത്തിയതാണ് ഈ പുതിയ അമേരിക്കൻ നടപടിക്ക് പ്രകോപനമായത്. അമേരിക്കൻ ആക്രമണത്തിന് പിന്നാലെ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ശക്തമായി തിരിച്ചടിച്ചു. ബഹ്റൈൻ, കുവൈറ്റ്, ഖത്തർ, ജോർദാൻ, ഒമാൻ എന്നിവിടങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളാണ് ഇറാൻ ലക്ഷ്യമാക്കിയത്. ബഹ്റിനിലെ ഡ്രോൺ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്റർ, ഹെലികോപ്റ്റർ അറ്റകുറ്റപ്പണി കേന്ദ്രങ്ങൾ, PB വിമാനങ്ങൾ സൂക്ഷിക്കുന്ന ഹാങ്ങറുകൾ എന്നിവ തകർത്തതായി ഇറാന്റെ IRGC പ്രസ്താവനയിൽ അവകാശപ്പെട്ടു. ഇതിനു പുറമെ കുവൈറ്റിലെ അലി സലേം, അഹമ്മദ് അൽ ജാബർ എന്നീ സൈനിക താവളങ്ങളിലെ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങൾക്കും ബങ്കറുകൾക്കും നേരെ ഇറാന്റെ വിനാശകരമായ ഡ്രോൺ ആക്രമണം ഉണ്ടായി. ഇറാന്റെ ഖുസസ്താൻ പ്രവിശ്യയിലെ മഷറിലുള്ള ഒരു കാർഷിക ജലവിതരണ കേന്ദ്രത്തിലുണ്ടായ അമേരിക്കൻ ആക്രമണത്തിൽ സുരക്ഷാ ജീവനക്കാരനായ ഒരാൾ കൊല്ലപ്പെടുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഹോർമോസ്ഗാൻ, സിസ്താൻ, ബലൂചിസ്ഥാൻ എന്നീ പ്രവിശ്യകളിലും അമേരിക്ക ബോംബാക്രമണം നടത്തി. റഡാർ കേന്ദ്രങ്ങളും സൈനിക താവളങ്ങളും സ്ഥിതി ചെയ്യുന്ന ജാസ്ക്, സിറിക്ക്, ഖെഷം ദ്വീപ്, ബന്ദർ അബ്ബാസ് എന്നിവിടങ്ങളിൽ വൻ സ്ഫോടനങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനു പുറമെ രാജ്യത്തെ ഹെവി വാട്ടർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്ന മർക്കാസി പ്രവിശ്യയിലെ ഖൊണ്ടാബിലും അമേരിക്കൻ സേന ആക്രമണം നടത്തി. മാസങ്ങൾ നീണ്ട നയതന്ത്ര സമാധാന ശ്രമങ്ങളെല്ലാം അമേരിക്കയുടെ ഈ പുതിയ ആക്രമണങ്ങളോടെ പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം കുറ്റപ്പെടുത്തി. ഹോർമുസ് കടലിടുക്കിലെ സമാധാനാന്തരീക്ഷം തകർക്കാനും അന്താരാഷ്ട്ര വാണിജ്യ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താനും അമേരിക്ക ബോധപൂർവം ഇടപെടുകയാണെന്നും ഇറാൻ ആരോപിച്ചു. ഗൾഫ് മേഖലയിൽ ഉടലെടുത്തിരിക്കുന്ന ഈ അസാധാരണ സൈനിക നീക്കങ്ങൾ ലോകരാഷ്ട്രങ്ങളെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.